തട്ടിപ്പ് തീവട്ടി ബെനറ്റിനെ തേടി കർണാടക പോലീസ് തലസ്ഥാനത്ത്. ഡോക്ടർമാരുടെ വർഗത്തിന് തന്നെ അപമാനമായ തീവട്ടിക്കൊള്ളക്കാരൻ ഡോക്ടർ ബെനറ്റിനെ തേടി കർണാടക പോലീസ് ഇക്കഴിഞ്ഞ 5-ാം തീയതി കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തുകയുണ്ടായി. കർണാടക സ്വദേശി അബ്ദുൽ ഗഫൂറിന്റെ പക്കൽ നിന്ന് 7 കോടി രൂപ MBBS അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് കബളിപ്പിച്ചുവെന്നാണ് കേസ്. കർണാടകയിലെ മല്ലേശ്വര പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗഫൂറിന് പണം തിരികെ കൊടുക്കാതിരിക്കുകയും പോലീസ് പലതവണ വിളിപ്പിച്ചിട്ട് ഹാജരാകുവാൻ വിസമ്മതിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കർണാടകയിൽ നിന്നും പോലീസ് കാരക്കോണത്ത് അന്വേഷിച്ചെത്തിയത്. CSI ദക്ഷിണ കേരള മഹായിടവകയുടെ ഉടമസ്ഥയിലുള്ള കാരക്കോണം സോമർവെൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഉള്ളത്. വെള്ളറട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് വിഴുങ്ങികൾ വേണ്ട പോലെ കാണുന്നത് കൊണ്ട് ഈ കൊള്ളക്കാരന്മാർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും ഒരുക്കി കൊടുക്കുന്നത് വെള്ളറട പോലീസാണെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഇവർക്കെതിരെ തട്ടിപ്പിനിരയായ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും വെള്ളറട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയാലും അതിന്മേൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് പലരും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ നിന്നും ബെനറ്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ പോലീസ് വന്നെങ്കിലും വെള്ളറട പോലീസ് വേണ്ട സഹായം ചെയ്തു നൽകാത്തത് കൊണ്ട് അറസ്റ്റ് നടന്നില്ല എന്ന് ജീവനക്കാർ ITV ന്യൂസിനോട് പറഞ്ഞു. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് അറസ്റ്റിന് സാഹചര്യമൊരുക്കുവാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നത്രേ വെള്ളറട പോലീസ്. ഒടുവിലവർ നോട്ടീസ് നൽകി മടങ്ങി. കാരക്കോണം മെഡിക്കൽ കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ ഡോക്ടർ ബെനറ്റ് എബ്രഹാം പ്രതിയാണ്. സഭയുടെ മുൻ മോഡറേറ്ററും ദക്ഷിണ കേരള മഹായിടവക മുൻ ബിഷപ്പും മോഡറേറ്ററുമായിരുന്ന ധർമ്മരാജർ സാലവും അഡ്മിഷൻ കേസുകളിൽ ഇയാളുടെ കൂട്ടുപ്രതിയാണ്. കാലാവധി കഴിഞ്ഞിട്ട് പോലും തട്ടിപ്പുമായി അട്ടിപ്പേറ് കിടന്ന റസാലത്തെ ഒടുവിൽ വിശ്വാസികൾ സഹികെട്ട് ചെരുപ്പിനെറിഞ്ഞാണ് ഓടിച്ചത്. സീറ്റ് മാട്രിക്സ് അട്ടിമറിച്ച് പ്രവേശനം നേടിയവരും ജാതി സംവരണം അട്ടിമറിച്ച് പ്രവേശനം നേടിയവരും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അഡ്മിഷൻ കരസ്ഥമാക്കിയവരും മാത്രമല്ല, സഭാ സെക്രട്ടറിയുടെ വെപ്പാട്ടിയുടെ മകൾ അപ്പന്റെയും അമ്മയുടെയും പേര് വരെ മാറ്റി ആൾമാറാട്ടം നടത്തി ഡോക്ടറാകുവാൻ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവളൊക്കെയാണ് നാളെ ഡോക്ടറായി ചികിത്സയ്ക്ക് ഇറങ്ങുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പേയ്മെന്റ് സീറ്റിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു തീവട്ടി ബെനറ്റ്. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ശശി തരൂരിനോട് 99,098 വോട്ടുകൾക്ക് ദയനീയമായി പരാജയപ്പെടുകയുണ്ടായി. നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിരുന്നിട്ടും കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക്കിലേക്ക് മാസപ്പടി കൊടുത്തതുകൊണ്ടാണത്രേ ഇതുവരെ പിടിക്കപ്പെടാതെ പോയത്. വലിയ വിവാദമായ അഡ്മിഷൻ തട്ടിപ്പ് കേസിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ വലിയ സ്രാവുകളെ എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഹൈക്കോടതി പലതവണ ആരാഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് ഇതുവരെ ഒന്ന് അനങ്ങിയിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇതെല്ലാം കൊള്ളക്കാരെ സംരക്ഷിക്കുവാനുള്ള സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളതെന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.